എന്നടാ ഇന്ന് വൈകിയാണല്ലോ. റിവാൾഡോ റിവാൾഡോ നീ അതിലെ വാടാ, ഫ്രണ്ടിലൂടെ വാ. വെള്ളമുണ്ട് അവിടെ. മെനയാന്ന് വന്നപ്പോൾ വെള്ളമില്ലായിരുന്നല്ലേ ടാങ്കിൽ? നിനക്ക് ദേഷ്യം വന്നോ? പിണക്ക് വന്നോ? ഞാനിന്ന് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് വെള്ളം. നീ മുമ്പ് കൂടെ വന്ന് കുടിച്ചോ. മുതുമല റേഞ്ചിലെ കാട്ടുകൊമ്പനായിരുന്ന റിവാൾഡോയും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധം മലയാളി അറിഞ്ഞത് മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്ത പരിപാടികളിലൂടെയായിരുന്നു. മസനഗുഡി മാവനുള്ള പാഴത്തോട്ടം മേഖലയായിരുന്നു റിവാൾഡോയുടെ വിഹാര കേന്ദ്രം. ഇവിടെ നിന്ന് 3 മാസം മുൻപ് കാണാതായ റിവാൾഡോ 15 ദിവസം മുൻപാണ് മേഖലയിലേക്ക് തിരിച്ചെത്തിയത്. തിരിച്ചെത്തിയ റിവാൾഡോയുടെ ശരീരത്തിൽ മറ്റാനകളുടെ കുത്തേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ക്ഷീണിതനായി കാണപ്പെട്ട റിവാൾഡോ വ്യാഴാഴ്ച ഉച്ചയോടെ വീണു. എഴുന്നേൽപ്പിക്കാൻ മുതുമല റേഞ്ച് അധികൃതർ നടത്തിയ ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട് ഇന്ന് ഉച്ചയോടെ റിവാൾഡോ ചരിഞ്ഞു. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ERC ദാവീദാരുടെ മകൻ മാർക്ക് ദാവീദാരുമായുള്ള അപൂർവ സൗഹൃദമാണ് റിവാൾഡോയെ ജനകീയനാക്കിയത്. മസനഗുഡിയിലെ മാർക്കിന്റെ വീടിന് സമീപത്തെ നിത്യസന്ദർശകനായിരുന്നു റിവാൾഡോ. റിവാൾഡോ എന്ന പേരിട്ടതും മാർക്ക് തന്നെ. ഒരിക്കൽ മസ്തകത്തിൽ വെടിയേറ്റ മുറിവുമായി മുന്നിൽ വന്ന ആനയെ അദ്ദേഹം ചികിത്സിച്ച് സുഖപ്പെടുത്തി. അതിനിടെ ചില പരാതികൾ വന്നതോടെ റിവാൾഡോയെ തമിഴ്നാട് വനം വകുപ്പ് മയക്കുവെടിവെച്ച് മുതുമലയിലെ ആന ക്യാമ്പിലെത്തിച്ചു. എന്നാൽ റിവാൾഡോയെ തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് ആരാധകരും പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. തുടർന്ന് മദ്രാസ് ഹൈക്കോടതി റിവാൾഡോയെ തിരികെ കാട്ടിലേക്ക് വിടുന്നത് പരിഗണിക്കാൻ ഉത്തരവിട്ടു. റേഡിയോ കോളിട്ട് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടെങ്കിലും റിവാൾഡോ അടുത്ത ദിവസം തന്നെ തിരികെ മസനഗുഡിയിലേക്ക് എത്തി. അത്രയ്ക്കും ആത്മബന്ധം ആ കാട്ടാനയ്ക്ക് മസനഗുഡിയുമായി ഉണ്ടായിരുന്നു. അവസാന യാത്രയ്ക്കും റിവാൾഡോ എന്ന കാട്ടാന തിരഞ്ഞെടുത്തത് മസനഗുഡിയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.